പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഫിലിപ്പിയൻസ് 4:6 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമെന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട എന്ന്. എൻ്റെ പ്രിയ സഹോദരരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആകുലപ്പെട്ട് കഴിയുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നാളെയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, നാളെ എന്തായി തീരുമെന്നുള്ള അവസ്ഥയെക്കുറിച്ച്, ഇങ്ങനെ പലവിധ ആകുലതകളാലും ടെൻഷനുകളാലും വേദനിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. എന്നാൽ ഈശോ എന്നോട് നിങ്ങളോട് പറയുകയാണ്, നീ ഒന്നിനെക്കുറിച്ച് ആകുലരാകണ്ട എന്ന്. ആകുലതപ്പെട്ടത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒന്നും നേടുവാൻ സാധിക്കുകയില്ല. ഈശോ പറയുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും എന്ന്. എൻ്റെ പ്രിയ സഹോദരരെ, നമ്മുടെ യാചനകൾ പ്രാർത്ഥനയുടെയും അപേക്ഷയിലൂടെയും എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മെ കാണുന്ന, നമ്മളെ ശ്രവിക്കുന്ന നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് അതിന് ഉത്തരം നൽകുന്നൊരു ദൈവം, നമ്മുടെ പ്രിയ തമ്പുരാൻ. ആ തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും എന്നുള്ളൊരു വിശ്വാസം, എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നൊരു ദൈവം നമ്മോടൊത്തുണ്ടെന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ യാചനകളെല്ലാം, നമ്മുടെ വേദനകളെല്ലാം അറിയുന്നവനായ ദൈവം, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ആകുലതകളെ നമുക്ക് വിട്ടുകൊടുക്കുവാൻ സാധിക്കണം. നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ജന്മം നൽകിയ ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ കൂടെയാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.